ഒരു ഗ്ലാസ് വെള്ളം കയ്യിൽ പിടിച്ചുകൊണ്ട് വലിയൊരു കാട്ടുതീ അണയ്ക്കാൻ നമ്മൾ നിൽക്കുന്നത് പോലെയാണ് സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് പാപത്തെ ജയിക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുന്നത്. ഒരു പുൽച്ചെടി പറിച്ചു കളയാനുള്ള ശക്തിയുള്ള നമ്മുടെ കൈകൾ കൊണ്ട് ഒരു വലിയ വൻമരം പിഴുതെറിയാനുള്ള ഒരു ശ്രമമാണ് നമ്മുടെ സ്വന്തം തീരുമാനത്തിൽ മാത്രം നിലനിന്നുകൊണ്ട് സ്വന്തം മെയ്ക്കരുത്തിലും മനത്തൻ്റെ ഇടത്തിലും ആശ്രയിച്ചുകൊണ്ട് പാപത്തിൻ്റെ ശക്തിക്ക് നേരെ നമ്മൾ നടത്തുന്ന പോരാട്ടം. 1000 തീരുമാനങ്ങൾ മാറി മാറി എടുത്തിട്ട് ഇനി ഞാൻ ഈ വക കാര്യങ്ങൾ പ്രവർത്തിക്കത്തില്ല എന്ന് സ്വയം അങ്ങ് നിരൂപിച്ചാലും അതേ കാര്യത്തിൽ തന്നെ നമ്മൾ പിന്നെയും പരാജയപ്പെട്ടു പോകാറില്ലേ? എന്താ അതിൻ്റെ കാരണമെന്നറിയാമോ? ഇനിമേൽ ഞാൻ അങ്ങോട്ട് എല്ലാ ദൈവകൽപ്പനകളും അനുസരിച്ചുകൊണ്ട് ഒരു പരിപൂർണ വിശുദ്ധ ജീവിതം മാത്രം നയിക്കുമെന്ന് നമ്മളിൽ തന്നെ ഒരു തീരുമാനം അങ്ങെടുത്താൽ ഒരിക്കലും അത് നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം പാപത്തിൻ്റെ ശക്തിയുടെ നേരെയുള്ള പോരാട്ടത്തിന് നമ്മളുടെ കൈമിടുക്കോ സ്വന്തം ശക്തിയോ പോരാ. അതിനെ ജയിക്കുവാനുള്ള, അതിനെ പ്രതിരോധിക്കാനുള്ള മഹാശക്തി ദൈവം ഭൂമിയിൽ കൊണ്ടുവന്നിരിക്കുന്നു. അതിനെയാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് വിളിക്കുന്നത്. നമ്മുടെ വിയർപ്പ് കൊണ്ടല്ല നമ്മൾ പാപത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ജയിക്കുന്നത്. കാൽവറിയിലൊഴുകിയ ദൈവപുത്രൻ്റെ തിരുരക്തം കൊണ്ട് മാത്രമേ നമുക്കതിനെ ജയിക്കാൻ കഴിയുകയുള്ളൂ. ഈ ഭൂമിയിലെ ഒരു വിറക് കെട്ടുകൾ കൊണ്ടും പാപത്തിൻ്റെ കരുത്തിനെ നമുക്ക് ദഹിപ്പിച്ചു കളയാൻ പറ്റത്തില്ല. അതിനെ കത്തിച്ച് കളയണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ അഗ്നിയായി നമ്മുടെ ജീവിതത്തിൽ എരിയാൻ തയ്യാറാകണം. അങ്ങനെ ദൈവം താൻ നേരിട്ട് തൻ്റെ നിയമപീഠത്തിലിരുന്നു കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മളോട് ഔദാര്യം കാണിച്ച് ഈ പ്രശ്നത്തെ ഞാൻ പരിഹരിക്കുമെന്ന് തീരുമാനിച്ചല്ലാതെ നമുക്കിതിനെ ജയിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ദേവദാസന് ഞങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന നിലയിലുള്ള വിശുദ്ധ ജീവിതത്തിൻ്റെ ശക്തി എനിക്ക് കിട്ടത്തില്ലെന്നാണോ? പാപത്തെ ജയിച്ചുള്ളൊരു ജീവിതം എനിക്കൊരു കിട്ടാക്കനിയാണെന്നാണോ അങ്ങീ പറയുന്നത്? ഒരിക്കലുമല്ല. ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെയും ഞാൻ വിശുദ്ധിയിൽ നിൽക്കാൻ പരിശ്രമിച്ചതിൻ്റെയും ഞാൻ കൂടുതലായി എന്തൊക്കെയോ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് കൃപ കിട്ടിയതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പരിശ്രമങ്ങളാൽ നിങ്ങൾക്ക് കിട്ടിയത് കൃപയല്ല, മറ്റെന്തോ ആണ്. നമ്മളോട് ദൈവം ഔദാര്യമായി നൽകിത്തന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കരുത്തരാക്കി തീർക്കാൻ, പാപത്തിനെതിരെയുള്ള നമ്മുടെ പോരാട്ടത്തിൽ നമ്മളെ ജയാളികളാക്കി നിർത്താൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ശക്തിയോടുകൂടെ ഇറങ്ങി വന്ന് നിൽക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ് കൃപ എന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു ജീവിത അവസ്ഥയിലേക്കാണ് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ കൂടുതലായി കൊണ്ടുപോകാൻ പോകുന്നത്. ഇന്നത്തെ പ്രവചനദൂത് പതിവിൽ നിന്ന് വിപരീതമായി നിങ്ങളുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ ശക്തിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ച് നടത്താൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചാണ് ഈ ദൂതിന് വേണ്ടി തയ്യാറായത്. പതിവിലും കൂടുതൽ സമയം ഈ ദൈവാലോചനയ്ക്ക് വേണ്ടി ദൈവസന്നിധി ഞാൻ ഇരുന്നു. ആ ഇരുന്ന മാത്രയിൽ ഇന്ന് അനേകരുടെ ജീവിതത്തിൽ ദൈവം കാലങ്ങൾ കൊണ്ട് കാത്തുവച്ചിരുന്ന ഒരു അഭിഷേകം പകരപ്പെടാനുള്ള സമയമായിട്ടുണ്ടെന്നും ദൈവത്തിൻ്റെ ശക്തിയിൽ തമ്പുരാൻ ചിലരെ ഉപയോഗിക്കുവാനുള്ള ഒരു കാലഘട്ടം അടുത്തു വന്നിരിക്കുകയാൽ അവരുടെ ജീവിതത്തിൽ തങ്ങൾക്ക് സാധിക്കാതെ പോകുന്ന ചില വല്ലാത്ത പരാജയങ്ങളിൽ നിന്നും അവരെ ജയാളികളാക്കി തീർക്കുവാനുള്ള ഒരു വലിയ സ്വാതന്ത്ര്യം തന്നെ അവരുടെ ജീവിതത്തിൽ നൽകി അവരെ അജയ്യരാക്കി ക്രിസ്തുവിൽ നിലനിർത്തുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തമേറിയ ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ പ്രവചനദൂത് നിങ്ങളുടെ അരികിലേക്ക് വരുന്നത്. സ്വന്തം കഴിവുകളിൽ പരിശ്രമിച്ച് തോറ്റവരെ, രാത്രിയുടെ പല യാമങ്ങളിൽ നിങ്ങൾ മാറി മാറി എറിഞ്ഞ ആ വല നിറയാതെ പോയെങ്കിൽ ഇനി നിങ്ങൾ ക്രിസ്തുവെന്ന കരുണാമയൻ്റെ കൃപാകടലിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ആ കൃപയുടെ നാഥനായ യേശുവിലൊന്ന് അഭയം ചാരിക്കൊണ്ട് നിങ്ങൾ ഒരിക്കൽ കൂടെ പരിശ്രമിച്ചാൽ ഇന്നേ നാഴിക വരെ നിങ്ങൾക്ക് അന്യാധീനപ്പെട്ടിരുന്ന ഒരു വലിയ അനുഗ്രഹം നിങ്ങൾക്ക് കരഗതമാക്കാൻ സാധിക്കും. ഇന്നേ വരെ നിങ്ങൾക്ക് നേടാൻ കഴിയാതിരുന്ന ഒരു വലിയ വിജയം നിങ്ങളുടെ തൊട്ടരികിൽ വെളിപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ലോകമെമ്പാടും ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനത്തിനും ആലോചനയ്ക്കും വേണ്ടി യേശു ക്രിസ്തു നേരിട്ട് നിങ്ങളോട് പറയുന്ന ഈ വാഗ്ദാനങ്ങളെ കേൾക്കാനുള്ള കൊതിയോടെ
കാത്തിരിക്കുന്ന സകല പ്രിയപ്പെട്ടവരെയും എൻ്റെ രക്ഷകനും കർത്താവുമായ യേശുനാഥൻ്റെ വലിയ നാമത്തിൽ സന്തോഷപൂർവ്വം ഇന്നത്തെ പ്രവചനദൂതിലേക്ക് ആത്മാർത്ഥമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ റോമാലേഖനത്തിൽ നിന്നുമുള്ളതായ ഒരു തിരുവെഴുത്തിനെ ആധാരമാക്കിയാണ് ഇന്നത്തെ ദൈവിക ദൂത് നമ്മുടെ മുൻപിൽ പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്നത്. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വചനം, എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു എന്ന വാക്കിനാലാണ് അവസാനിക്കുന്നത്. റോമർ 6:22 അവസാനത്തെ വരിയാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു. നിങ്ങളിപ്പോഴും പാപം ചെയ്യുന്നുണ്ടാകും അല്ലേ? പല തെറ്റുകൾ ഉപേക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും ഇനിമേൽ ഞാൻ ചെയ്യത്തില്ലെന്ന് തീരുമാനിച്ചിട്ടും എങ്ങനെയും പുറത്തു വരണമെന്ന് കഠിനമായി ആഗ്രഹിച്ച് പരിശ്രമിച്ചിട്ടും നമുക്ക് കഴിയാതെ പോകുന്ന ചില പാളിച്ചകൾ ഇപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടാകും അല്ലേ? അങ്ങനെ ആ പാപം ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും അതിൽ നിന്ന് പുറത്തു വരണമെന്ന് തീരുമാനിച്ചാൽ നിങ്ങൾക്കത് ഇടയ്ക്കൊക്കെ സാധിക്കുകയും ചെയ്യുന്നുണ്ട് താനും. ആ പാപത്തെ ജയിക്കാനുള്ള ഒരു ശേഷി നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾ അറിയുന്നുണ്ട്. അതിനെതിരായിട്ടുള്ള തീരുമാനവും നിങ്ങളുടെ അകത്ത് ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ആ പാപം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിട്ട് കളയാൻ കഴിയുന്നില്ല. എന്നാൽ ഇടക്കാലത്ത് നിങ്ങളതിൽ നിന്ന് മാറുന്നുമുണ്ട്. അതിൻ്റെ അർത്ഥം പരിപൂർണമായും ഈ പാപത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വാഴുന്നില്ല. അതായത് ഇത് പൂർണ്ണമായും നിങ്ങളെ അടിമപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ പാപം ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളിപ്പോൾ പാപത്തിൻ്റെ അടിമയല്ല. ചില പാപങ്ങൾ ജീവിതത്തിൽ ഉണ്ടെന്ന് കരുതി ഞാൻ പാപത്തിൻ്റെ അടിമയാകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുക. ചില വീഴ്ചകൾ നിങ്ങളിലുണ്ട്, ചില പരാജയങ്ങൾ, പോരായ്മകൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നിങ്ങളൊരു വല്ലാത്ത പാപത്തിൻ്റെ അടിമയാണ് എന്നുള്ളതല്ല. ആ പാപത്തിൻ്റെ അടിമത്തത്തിൽ പെടാതെ തന്നെ പാപമെന്ന അവസ്ഥയോട് ചേർന്ന് നിങ്ങൾ നിൽക്കുന്നു. ചില പാപപ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും പാപം നിങ്ങളുടെ മേൽ അതിൻ്റെ എല്ലാവിധ അധികാരങ്ങളും പ്രയോഗിക്കാതെ വണ്ണം നിങ്ങൾ ആ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടിരിക്കുകയാണ്. പാപമെന്നും നമ്മുടെ ജീവിതത്തിൽ പല നിലകളിലുണ്ടാകാം. പക്ഷേ പാപമല്ല ഇന്ന് നമ്മളെ ഭരിക്കുന്നത്. നമ്മുടെ യജമാനൻ കർത്താവായ യേശുവാണ്. യേശുവാണ് നമ്മുടെ ബോസ്, നമ്മുടെ ഹീറോ യേശുവാണ്. പാപമല്ല. പാപത്തിൻ്റെ വാഴ്ച യേശു കാൽവറിയിൽ അവസാനിപ്പിച്ചു. കൃപയുടെ യുഗം അവിടുന്ന് തുറന്നിരിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞു വെക്കുന്നത് തെറ്റുകൾ ചെയ്യാമെന്നാണോ? അല്ല. ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പൂർണ്ണതയിലേക്ക് നാം നടക്കുന്ന യാത്രയിൽ നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നാം നമ്മളെ തന്നെ കരുതേണ്ടതായിട്ടുണ്ട്. നമ്മൾ നമ്മളെ തന്നെ ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ നിലനിർത്തേണ്ടതായിട്ടുണ്ട്. അനുദിനവും ഒരു നല്ല വിശുദ്ധ ജീവിതം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് നല്ല പവർഫുള്ളായൊരു പ്രയർ ലൈഫ് വേണം. അതുകൂടാതെ സുവിശേഷം മറ്റുള്ളവരോട് പങ്കുവെക്കുന്ന ഒരു സ്വഭാവം വേണം. രണ്ടാമത്, ദൈവത്തിൻ്റെ വചനം ഏറ്റവും കുറഞ്ഞൊരു 10-15 അധ്യായമെങ്കിലും ഓരോ ദിവസവും വായിക്കുകയും അതിൽ നിന്ന് ദൈവത്തിൻ്റെ ശബ്ദം ധ്യാനിച്ച് കേട്ട് ജീവിതത്തിൽ അത് എഴുതി വെക്കുകയും ഓരോ ദിവസവും കർത്താവിൻ്റെ ആത്മശക്തിയിൽ നിറയപ്പെടുകയും ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഈ ഭൂമിയിൽ ദോഷങ്ങളേശാത്ത, ദുഷ്ടന് തൊടാൻ കഴിയാത്ത നിലയിലുള്ള ഒരു വിശുദ്ധ ജീവിതത്തിൻ്റെ, തേജസ്സുള്ള ജീവിതത്തിൻ്റെ ശക്തിപൂർണമായ അവസ്ഥയിൽ ജീവിക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങളൊരു പാപത്തിൻ്റെ അവസ്ഥയിൽ ജയിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? ഞാനീ പറഞ്ഞ കാര്യങ്ങളാണ് അതിൻ്റെ രഹസ്യങ്ങൾ. നിങ്ങളത് പരിശീലിച്ചാൽ നിശ്ചയമായും നിങ്ങൾക്കതിൽ നിന്നും പുറത്തു വരാൻ കഴിയും. നമ്മളുടെ ജീവിതത്തിൽ മനുഷ്യരാശിയുടെ ദുഃഖങ്ങളെല്ലാം ആരംഭിച്ചത് അവൻ പാപം ചെയ്തപ്പോഴാണ്. നമ്മുടെ പൂർവികർ പാപം ചെയ്ത ദിവസമാണ് അവർ വല്ലാതെ കരഞ്ഞത്. നമ്മുടെ പൂർവികരുടെ ജീവിതത്തിൽ പാപം വന്ന ആ ദിനമാണ് അവർ ഏറ്റവും കൂടുതൽ മനസ്സിൻ്റെ ദുഃഖങ്ങൾക്ക് വിധേയരായത്. ദൈവം നമുക്ക് നൽകുന്ന സന്തോഷം എന്താണെന്നറിയാമോ? പാപം നിമിത്തം ഭൂമിയിൽ വെളിപ്പെട്ടു വന്ന എല്ലാ ദുഃഖങ്ങളിൽ നിന്നും നമ്മൾക്ക് വിമോചനം നൽകുന്ന അവസ്ഥയാണ് ദൈവം നൽകുന്ന സന്തോഷം. ഒരുപക്ഷെ നിങ്ങൾക്ക് സ്നേഹിതരുടെ കൂടെ ഡ്രിങ്ക്സ് എടുക്കുന്ന ഒരു സന്തോഷമായിരിക്കാം. നിങ്ങൾ ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ കൂടെ സമയം ചെലവഴിക്കുന്നത് നിങ്ങൾക്കൊരു സന്തോഷമായിരിക്കാം. ഒരു സിനിമ കാണുന്നത് നിങ്ങൾക്ക് സന്തോഷമായിരിക്കാം. അങ്ങനെ നമ്മളുടെ രസങ്ങൾ പലതും നമുക്കുണ്ടായിരിക്കാം. പക്ഷെ ആ സന്തോഷങ്ങളുടെ എല്ലാം പ്രശ്നം അതിനൊന്നും കൺസിസ്റ്റൻസി ഇല്ല, നിലനിൽക്കുന്ന ഒരവസ്ഥയില്ല എന്നുള്ളതാണ്. അതൊക്കെ ടെമ്പററിയാണ്. ഒരു പെർമനൻ്റ് സന്തോഷം നമ്മുടെ ലൈഫിൽ ആബ്സെൻ്റ് ആയി പോവുകയാണ്.
ഈ പെർമനൻ്റ് ആയിട്ടുള്ള സന്തോഷം ലഭിക്കണമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ എല്ലാ അവസ്ഥയിൽ നിന്നും ദൈവം നമ്മളെ രക്ഷപ്പെടുത്തി പുറത്തോട്ട് മാറ്റിവെച്ചാൽ മാത്രമേ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. യാഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത് ദുഃഖമില്ലാത്ത അവസ്ഥ. ദുഃഖത്തിൻ്റെ കാരണം പാപമാണെന്ന് ഞാൻ പറഞ്ഞു. പാപം ചെയ്തപ്പോഴാണ് ആദ്യത്തെ നമ്മുടെ പൂർവികർ നിലവിളിച്ചതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ പാപം നിമിത്തമുണ്ടായ ദുഃഖങ്ങളെ മാറ്റണമെങ്കിൽ പാപത്തിന് പരിഹാരം വരുത്തണം. അങ്ങനെ യേശു അത് നമ്മുടെ ജീവിതത്തിൽ പരിഹരിച്ച് കഴിയുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന തൻ്റെ തന്നെ ഒരു ഹൃദയാവസ്ഥയാണ് ഈ സന്തോഷം എന്ന് പറയുന്നത്. പാപം തന്ന ദുഃഖത്തെ ദൈവത്തിൻ്റെ കൈകൾ എടുത്തു മാറ്റുന്ന അവസ്ഥ. ഇന്നത്തെ ദൈവിക ദൂത് കേൾക്കുന്ന ഒത്തിരി കുടുംബങ്ങളിൽ പലരുടെയും പാപ സ്വഭാവങ്ങളാണ് ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിന് കാരണം. മദ്യപിക്കുന്ന ഒരു വ്യക്തി ഒരു കുടുംബത്തിൽ എല്ലാവർക്കും ദുഃഖമാണ് വിതയ്ക്കുന്നത്. അവിശുദ്ധമായ ഒരു തെറ്റായ ബന്ധം നയിക്കുന്ന ഒരാൾ തൻ്റെ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങൾക്കും ദുഃഖമാണ് വരുത്തുന്നത്. മ്ലേച്ഛമായ വഴികളെ മനഃപൂർവ്വം തിരഞ്ഞെടുക്കുന്ന ഒരു കുട്ടി തൻ്റെ മാതാപിതാക്കൾക്കും തൻ്റെ കുടുംബങ്ങൾക്കും അപമാനവും വേദനയുമാണ് വരുത്തുന്നത്. ഒരാളുടെ പാപപ്രവൃത്തി മറ്റുള്ള എല്ലാവരെയും ദുഃഖിപ്പിക്കുന്നു എന്നുള്ളതാണ് സത്യം. നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗം കഠിനമായി ചെയ്യുന്ന പാപപ്രവൃത്തികൾ അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്നവരെ കൂടെ ബാധിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഒരു മനുഷ്യൻ ചെയ്ത പാപം നിമിത്തം ബാക്കിയുള്ളവരൊക്കെ എങ്ങനെ പിഴച്ചുപോയി എന്ന് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ലളിതമായ ഉത്തരമാണിത്. നിങ്ങൾ ചെയ്യുന്ന ഒരു തെറ്റ് നിമിത്തം മറ്റൊരാൾ കൂടെയാണ് വേദനിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്നൊരു പാപനിമിത്തം മറ്റൊരാൾ കൂടെയാണ് ഹൃദയം തകർന്ന് പോകാൻ വിധേയപ്പെടുന്നത്. അപ്പോൾ ഇത് നമ്മളെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, മറ്റെല്ലാവരെയും കൂടെ ബാധിക്കുന്നൊരു വിഷയമാണ്. പാപം തന്ന ദുഃഖത്തെ ഇന്ന് കർത്താവ് എടുത്തു മാറ്റാൻ പോകുകയാണ്. നമ്മുടെ കുടുംബങ്ങളിലെ ചില വേദനകൾക്ക് പരിഹാരം വരണമെങ്കിൽ പാപത്തിൻ്റെ ശക്തി തളയ്ക്കപ്പെടണം. എന്നോട് പലരും ചോദിക്കാറുണ്ട്, പാസ്റ്ററെ, ലോകത്തിൽ ദൈവം കഴിഞ്ഞാൽ ഏറ്റവും എതിരായി നിൽക്കുന്ന ശക്തി ഏതാണ്? പിശാചാണോ? ഞാൻ പറയും അല്ല. പിശാചിനെയും കീഴടക്കിയ ശക്തിയാണ് പാപം. സ്വർഗത്തിലെ ഒരു കൂട്ടം മാലാഖമാരെ തകർത്ത് കളഞ്ഞതാണ് ഈ സംഗതി. ദൈവത്തിൻ്റെ ഭൂമിയിലെ പുത്രന്മാരെ കൂടി ഇല്ലായ്മപ്പെടുത്താൻ ഈ ശക്തിക്ക് സാധിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ നേരെ മാനുഷിക നിലയിലുള്ള ഒരു കരുത്തിനാൽ ഒരു പോരാട്ടം നടത്തുക സാധ്യമല്ല. ദൈവത്തിൻ്റെ മനുഷ്യരെയും ദൈവത്തിൻ്റെ മാലാഖമാരെയും ഒരുപോലെ വീഴ്ത്തിക്കളഞ്ഞ ഈ വില്ലന് നേരെ, ഈ പവർഫുള്ളായ എനിമിക്ക് നേരെ നമുക്ക് ഒരു വിധത്തിലും നമ്മുടേതായ സംവിധാനങ്ങൾ കൊണ്ട് പോരാടാൻ കഴിയുകയില്ല. പാപത്തിനെതിരെ നല്ല പ്രവൃത്തിയൊക്കെ ചെയ്ത് എല്ലാ ദൈവിക നിയമങ്ങളും പാലിച്ച് മുന്നേറാൻ നോക്കിയാൽ നിങ്ങൾ തോറ്റു തൊപ്പിയിട്ട് പോകും. കേവലം മനുഷ്യൻ്റെ ശക്തിയെ പാപം എല്ലാ കാലത്തും പുച്ഛിച്ചിട്ടേ ഉള്ളൂ. പല തീരുമാനങ്ങൾ മാറി മാറി എടുത്തിട്ട് വിശുദ്ധിയുടെ 1000 പരീക്ഷണങ്ങൾ മാറി മാറി നടത്തിയാലും നമ്മൾ ദയനീയമായി തോറ്റുപോകും. നമുക്ക് പാപത്തെ കൊല്ലാനും ഇല്ലാതാക്കാനും ഒന്നും പറ്റുകയില്ല. നമ്മുടെ തടിമിടുക്ക് കൊണ്ടോ നമ്മളുടെ ആ തൻ്റെ ഇടം കൊണ്ടോ ഒന്നും നമുക്കതിനെ അട്ടിമറിക്കുക സാധ്യമല്ല. നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത ഒരു വന്യമൃഗമാണത്. നമുക്കൊരിക്കലും കീഴടക്കാൻ കഴിയാത്തൊരു അഗ്നിയാണത്. നമുക്ക് വറ്റിക്കാൻ കഴിയാത്തൊരു കടലാണത്. അത്രമാത്രം വലിയൊരു ശക്തിയാണത്. അതൊരു വലിയൊരു അവസ്ഥയാണ്. നമുക്കതിന് നേരെ നമ്മുടേതായ സന്നാഹങ്ങൾ കൊണ്ടൊന്നും നമുക്ക് പോരാടി ജയിക്കുക സാധ്യമല്ല. മാരകമായി അതിന് നേരെ പോരാടുന്നവരെ അത് മുറിവേൽപ്പിക്കും. അതിദാരുണമായി അതിന് നേരെ നിൽക്കുന്നവരെ അത് മർദ്ദിക്കും. ഈ ലോകത്തെ ഏറ്റവും ഉഗ്രവിഷമുള്ള ഒരു സർപ്പമാണത്. ഈ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ഒരു വന്യമൃഗമാണത്. ഞാൻ പറഞ്ഞത്, നമുക്ക് നമ്മുടെ ചെറിയ സന്നാഹങ്ങൾ കൊണ്ട് ഒരിക്കലും അതിനെ നേരിടാൻ കഴിയുകയില്ല. നമ്മുടെ ലോകത്തുള്ള മുഴുവൻ ബോംബുകളോ ബാലിസ്റ്റിക് മിസൈലുകൾ കൊണ്ടോ ഒന്നും നമുക്കതിനെ ഇല്ലായ്മപ്പെടുത്താൻ കഴിയില്ല. കാരണം അതിൻ്റെ കീഴിലാണ് ലോകമായിരിക്കുന്നത്. അതിൻ്റെ ഭരണവ്യവസ്ഥയുടെ അധികാരത്തിന് കീഴിലാണ് ലോകത്തിലെ എല്ലാ മനുഷ്യരുമായിരിക്കുന്നത്. അവിടെ നിന്നുമുള്ളതായൊരു വിമോചനത്തിന് എന്താണ് വഴി? അല്ലെങ്കിൽ ഇതിൻ്റെ ശക്തിയെ തകർക്കാനുള്ള ആയുധം എന്താണ്? അത് ദൈവമാണ് വികസിപ്പിച്ചത്. ദൈവം താൻ നേരിട്ട് വികസിപ്പിച്ചതിനാൽ മാത്രമാണ് ഇത്ര വലിയ പവറിനെ ഇല്ലായ്മപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളത്. പാപം ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണെന്ന് ഞാൻ പറഞ്ഞു. അതിനെ തകർക്കാൻ കഴിയുന്ന അതിനേക്കാൾ മാരകമായൊരു ശക്തിയെ ദൈവം സൃഷ്ടിച്ചു. ഒന്നുകൂടെ, പാപത്തിൻ്റെ ശക്തിയെ
പിശാചിൻ്റെ ശക്തിയെ, മരണത്തിൻ്റെ ശക്തിയെ, ഈ ലോകത്തിലെ വിനാശകരമായ ഏറ്റവും വലിയ ഉഗ്രശക്തികളുടെ മൂർത്തീഭാവമാണ് പാപശക്തി എന്ന് ഞാൻ പറഞ്ഞു. കാരണം അതിലാണ് രോഗത്തിൻ്റെ ശക്തിയുള്ളത്, അതിലാണ് പിശാചിൻ്റെ ശക്തിയുള്ളത്, അതിലാണ് മരണത്തിൻ്റെ ശക്തിയുള്ളത്. അങ്ങനെ അതിലാണൊരു മനുഷ്യൻ്റെ ആന്തരിക പരാജയങ്ങളുടെ ശക്തിയുള്ളത്, അതിലാണൊരു മനുഷ്യൻ്റെ തെറ്റായ ചെയ്തികളുടെ ശക്തിയുള്ളത്. ഇതിൻ്റെ എല്ലാം കൂടെ ചേർന്ന ഒരു പൊതുരൂപമാണ് ഈ പാപത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ആ മഹാശക്തി ഇല്ലാതാക്കണമെങ്കിൽ അതിനേക്കാൾ വലിയൊരു ശക്തി ഉണ്ടായേ മതിയാകുകയുള്ളൂ. പാപത്തിൻ്റെ ശക്തിയെ തകർത്ത് കളയാൻ ദൈവം ഒരു മഹാശക്തിയെ തന്നെ ഉണ്ടാക്കി. കേട്ടോ പറഞ്ഞത്, പാപത്തിൻ്റെ സാമ്രാജ്യം പൊട്ടിക്കാൻ ദൈവം ഒരു വമ്പൻ ബോംബുണ്ടാക്കി. പാപത്തിൻ്റെ ശക്തിയെ തകർക്കാൻ ദൈവം ഉണ്ടാക്കിയ ആ ഏറ്റവും വലിയ ശക്തിയുടെ പേരാണ് ദൈവത്തിൻ്റെ കൃപ. എത്ര പേർക്ക് ഇത് മനസ്സിലായി? പാപത്തെ തോൽപ്പിക്കാൻ ലോകത്ത് പര്യാപ്തമായ ഒരേ ഒരു ശക്തിയുള്ളൂ, അത് ദൈവത്തിൻ്റെ കൃപയാണ്. നാം ദ്രോഹിച്ച നമ്മുടെ യേശു നമുക്ക് സ്നേഹത്തോടെ തന്ന അനർഹമായ ഔദാര്യമാണ് കൃപയെന്ന് പറയുന്നത്. ഇനി ദൈവത്തിൻ്റെ ഒരനുഗ്രഹവും നിങ്ങളിൽ നിന്നും പാപം നിമിത്തം നഷ്ടപ്പെടുകയില്ല. പാപത്തിന് നിങ്ങളെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് എടുത്തു കളയാൻ കഴിയുകയില്ല. പണ്ടൊരു മാലാഖയും അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുപറ്റം മാലാഖ വൃന്ദങ്ങളെയും പാപം തള്ളിക്കളയാൻ കാരണമാക്കി, ദൈവസന്നിധിയിൽ നിന്ന് വീഴ്ത്താൻ കാരണമാക്കി. ദൈവത്തിൻ്റെ തോട്ടത്തിലായിരുന്ന മനുഷ്യനെ അവിടെ നിന്ന് നശിപ്പിക്കാൻ പാപത്തിൻ്റെ ശക്തിക്ക് കഴിഞ്ഞു. കൃപ വന്നത് മുതൽ ലോകത്തിൽ ഒരു വ്യക്തിക്ക് നേരെയും, അതായത് കൃപയിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് നേരെ, ദൈവത്തിൻ്റെ കൃപയെന്ന ശക്തിക്കകത്ത് കയറിയിരിക്കുന്ന ഒരു മനുഷ്യന് നേരെ പിന്നീട് തൻ്റെ യാതൊരുവിധമായ ആക്രമണങ്ങളും കടന്നാക്രമണങ്ങളും നടത്താൻ പാപത്തിന് കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ കൃപയിൽ കയറിക്കഴിഞ്ഞാൽ പാപത്തിന് നിങ്ങളെ തൊടാൻ കഴിയുകയില്ല, നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ദൈവം ഇത്രമാത്രം മഹത്തായ ഒരു മഹാശക്തി നമ്മുടെ മേൽ പകർന്നു തന്ന് നമ്മളെ ഈ വിഷയത്തിൽ ജയാളികളാക്കുകയാണ്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയിൻ സ്മോക്കർ ആയിരിക്കുന്ന ഒരാളാണോ? നിങ്ങൾ വലിയ തോതിൽ ലഹരികൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണോ ജീവിക്കുന്നത്? ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയാത്ത ഒരു പാപത്തിൻ്റെ ഹാബിറ്റ് നിങ്ങളുടെ ലൈഫിലുണ്ടോ? പുറമേ എല്ലാ ആത്മീക നിലകൾ പുലർത്തുമ്പോഴും നിങ്ങളുടെ മനസ്സ് അലങ്കോലപ്പെട്ട് കിടക്കുന്നൊരിടമായി നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടോ? ഒരു പ്യൂരിഫിക്കേഷൻ നിങ്ങളുടെ മേൽ നടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? പല കുറി നടന്നിട്ടും എനിക്കതിൻ്റെ ആ ഒരു പെർഫെക്ഷനിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള സങ്കടം നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഇന്നത്തെ പ്രോഫറ്റിക്കൽ ദൂത് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കൃപയെ അറിയണം, ദൈവത്തിൻ്റെ കൃപയെ നിങ്ങൾ കാണണം, ദൈവത്തിൻ്റെ കൃപയ്ക്കകത്ത് നിങ്ങൾ കയറണം. ഇത് ദൈവം തരുന്നത് നിങ്ങൾക്കാണ്. ഇത് പറയുമ്പം ഒരു വല്ലാത്തൊരു അസ്വസ്ഥത നമുക്കുണ്ടാകും. എന്താണെന്നോ, ഇത് മേടിക്കാനുള്ള ഒരു യോഗ്യതയോ ഇത് കൈപ്പറ്റാനുള്ള ഒരു നിലയിലുള്ള ഒരു ജീവിതാവസ്ഥ ഒന്നുമില്ലാത്ത നിലയിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനൊരു ചിന്തയായിരിക്കാം ഇപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങളുടെ അകത്തുള്ളത്. ഈ ചിന്ത നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നത് നീ കറക്റ്റ് ട്രാക്കിലാണ്. അയ്യോ, എന്തോ ഈ പാസ്റ്റർ പറയുന്നത്, ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമല്ല എന്നുള്ള തിരിച്ചറിവ് എനിക്കുള്ളപ്പോൾ തന്നെ ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവം എൻ്റെ മേൽ തൻ്റെ കൃപ പകരാൻ പോകുന്നു എന്ന് പറയുമ്പം അത് നേരാണോ? അതെ, കൃപ നിങ്ങളുടെ യോഗ്യത നോക്കി ദൈവം തരുന്ന സാധനമല്ല, ദൈവത്തിൻ്റെ ഔദാര്യമാണത്. ദൈവത്തിൻ്റെ ഔദാര്യമാണ് കൃപയെന്ന് തിരിച്ചറിയുന്നവന് മാത്രമേ അത് നേടാൻ കഴിയത്തുള്ളൂ. $1000 മൂല്യമുള്ള ഇന്നത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയട്ടെ. കൃപ ദൈവത്തിൻ്റെ ഔദാര്യമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നവന് മാത്രമേ കൃപ നേടാൻ കഴിയത്തുള്ളൂ. എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എനിക്ക് കിട്ടുന്നതല്ല, ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നതിൻ്റെ ഫലമായിട്ട് എനിക്ക് കിട്ടുന്നതല്ല. അയോഗ്യത മാത്രമുള്ള എനിക്ക് ദൈവം നൽകുന്ന ഔദാര്യമാണെന്ന് കൃപ എന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കതിൻ്റെ ഗുണഭോക്താവാകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇതൊരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാനായിട്ട് എന്തൊക്കെയോ ഡിസൈൻ ചെയ്തെടുത്ത ഒരു സ്പിരിച്വാലിറ്റിയുടെ റിസൾട്ട് അല്ല. ഇത് എൻ്റെ മെഡിറ്റേഷൻ്റെ റിസൾട്ടല്ല, എൻ്റെ പ്രയറിൻ്റെ റിസൾട്ടല്ല, എൻ്റെ ഫാസ്റ്റിങ്ങിൻ്റെ റിസൾട്ടല്ല.
ഇത് ദൈവത്തിന് എന്നോട് തോന്നിയ നിരുപാധികമായ സ്നേഹത്തിൻ്റെ ബഹിർസ്ഫുരണമാണ് കൃപ. ഓ ജീസസ്, അതാണ് എൻ്റെ ജീവിതത്തിൽ പാപത്തെ തകർക്കുന്നത്. അതാണ് എൻ്റെ ജീവിതത്തിൽ പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് എന്നെ വിടുവിക്കുന്നത്. അതാണ് എൻ്റെ ജീവിതത്തിൽ പാപത്തിൻ്റെ കുറ്റത്തെ ഇല്ലാതാക്കുന്നത്. അതാണ് എൻ്റെ ജീവിതത്തിൽ പാപം നൽകിയ കുറ്റബോധത്തിൽ നിന്ന് എന്നെ സ്വതന്ത്രനാക്കുന്നത്. അതാണ് പാപത്തിൽ നിന്നും എന്നെ നീതിമാനാക്കി മാറ്റുന്നത്. അതാണ് എന്നെ തേജസ്സിൽ ജീവിക്കുവാൻ പ്രാപ്തനാക്കി മാറ്റുന്നത്. ഇത് ദൈവം എനിക്ക് ഗിഫ്റ്റ് തരികയാണ്, സമ്മാനമായിട്ട് തരികയാണ്. കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്നൊരു സഹോദരി വലിയ വിലയുള്ളൊരു പേന എനിക്ക് കൊണ്ടു തന്നു. അവരപ്പോൾ എന്നോട് ചോദിച്ചു, പാസ്റ്ററുടെ പ്രഭാഷണങ്ങളിലെല്ലാം പാസ്റ്റർക്ക് പേന ഇഷ്ടമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ഒരു എളിയ സമ്മാനമാണ്, സ്വീകരിക്കണം. നല്ല വിലയുള്ളൊരു പേന. ഒരുപാട് പേർ വരുമ്പോൾ അവർക്ക് പേന തരാറുണ്ട് സമ്മാനമായിട്ട്. പല പ്രിയപ്പെട്ടവരും കാണാൻ വരുമ്പോൾ പേന ഗിഫ്റ്റായിട്ട് തരും. പേന എന്ന് പറയുന്ന ആ സംഗതി ഞാൻ വാങ്ങുന്ന നേരത്ത്, അവരെനിക്ക് നൽകുന്ന സമ്മാനം വാങ്ങുമ്പോൾ ഞാൻ അതിൻ്റെ മൂല്യം നോക്കി. അയ്യോ, അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഞാൻ ഇത്രയും വിലയുള്ളതൊന്നും മേടിക്കത്തില്ലായിരുന്നു. സത്യം, ഇത്രയും മൂല്യമുള്ളൊരു പേന ഞാൻ ഒരിക്കലും മേടിക്കത്തില്ലായിരുന്നു. പക്ഷെ അവരെനിക്ക് സമ്മാനമായിട്ട് നൽകി. എനിക്ക് മേടിപ്പാൻ വില കൊടുത്ത് മേടിക്കാൻ കഴിയാത്തത് എനിക്കവർ സമ്മാനമായിട്ട് തന്നു. ഞാൻ ഒരിക്കലും മേടിക്കാൻ ധൈര്യപ്പെടാത്തത് അവരെൻ്റെ ജീവിതത്തിന് നേരെ നീട്ടി. അതൊരു ഗിഫ്റ്റാണ്, അതൊരു സമ്മാനമാണ്. എനിക്ക് യോഗ്യതയില്ലാത്തത് ദൈവം എൻ്റെ നേരെ വെച്ച് നീട്ടുകയാണ്. കൈ നീട്ടി മേടിക്കാൻ നിങ്ങളോട് പറയുകയാണ്. അതിൻ്റെ പേരാണ് കൃപ. അതെൻ്റെ പ്രാർത്ഥനയുടെയും വിശുദ്ധിയുടെയും പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് കിട്ടിയതല്ല. അങ്ങനെ കിട്ടിയതാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മേൽ വന്നിരിക്കുന്ന കൃപയല്ല കേട്ടോ, മറ്റെന്തോ ആണ്. നമ്മുടെ യാതൊരു പ്രവൃത്തിയാലോ ഭക്തിയാലോ നേടാൻ കഴിയാത്തതാണ് ദൈവം നമ്മളോട് ഔദാര്യമായി കാണിച്ച കൃപ. ആത്മീക ജീവിതത്തിൽ നിങ്ങളുടെ ഇനിയും പാപത്തെ നേരിടുന്നതിനുള്ള കരുത്ത് നിങ്ങൾ ആർജിക്കുന്നത് നിങ്ങളുടെ വിയർപ്പിൽ നിന്നല്ല, അത് ദൈവപുത്രൻ്റെ രക്തത്തിൽ നിന്നാണ് നിങ്ങൾക്കിനി ഇത് കിട്ടാൻ പോകുന്നത്. പാപത്തെ ദഹിപ്പിക്കാൻ, പാപത്തെ ഇല്ലാതാക്കാൻ, പാപത്തിൻ്റെ ശക്തി തകർക്കാൻ ഇനി നിങ്ങൾ പരിശ്രമിക്കേണ്ടതായി വരുന്നില്ല. കാരണം ദൈവത്തിൻ്റെ പുത്രനായ യേശു കാൽവറിയിൽ അതിന് പരിഹാരം വരുത്തി എന്നുള്ള വിശ്വാസമാണ് ഇനി നിങ്ങൾക്കതിൽ നിന്ന് ജയമായിട്ട് വരാൻ പോകുന്നത്. താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. തിന്മയെയും അതിൻ്റെ ശക്തിയും ഇല്ലാതാക്കാനുള്ള പിതാവായ ദൈവത്തിൻ്റെ നീതിപീഠം പാപികൾക്ക് എല്ലാ പാപത്തിനും അവസാനം വരുത്തി തൻ്റെ കൃപനിമിത്തം നീതിയെ സ്ഥാപിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഒന്നിച്ചുള്ള ഐക്യതയാണ് ഈ കൃപയെ നമുക്ക് ലഭ്യമാക്കുന്നത്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഒന്നിച്ചുള്ള ഈ ഐക്യതയാണ് ഈ കൃപയെ നമുക്ക് ലഭ്യമാക്കുന്നത്. അതുകൊണ്ട് നമുക്കിന്ന് രാവിലെ ധൈര്യമായിട്ട് പറയാം, കൃപനിമിത്തം ഞാനിപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. ഒന്ന് പറഞ്ഞേ, കൃപനിമിത്തം ഞാനിപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. ആരാണ് കൃപ? കൃപയുടെ ഉറവിടം കർത്താവായ യേശുവാണ്. അതുകൊണ്ട് തന്നെ ആശീർവാദ വചനങ്ങളിലെല്ലാം സഭ എപ്പോഴും പറയാറുണ്ട്, ക്രിസ്തുയേശുവിൻ്റെ കൃപ, ക്രിസ്തുയേശുവിൻ്റെ കൃപ. യേശുവിൽ നമുക്ക് കൃപയും സമാധാനവും വന്നിരിക്കുകയാണ്. യേശുവിൽ നിന്ന് കൃപയും സത്യവും നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. യേശുവിൻ്റെ നിറവിൽ നിന്ന് നമുക്ക് കൃപമേൽ കൃപ ലഭിച്ചിരിക്കുകയാണ്. കാരണം കൃപ എന്ന് പറയുന്നത് ഒരു വെറും വാക്കല്ല. അത് ഈ ലോകത്തിലേക്ക് ഒരു മനുഷ്യന് ജയിക്കാൻ കഴിയാത്ത ഏത് പ്രശ്നത്തിലും അവനക്ക് ജയം നേടാൻ ദൈവം കൊണ്ടുവന്ന പ്രത്യേകമായ തൻ്റെ ഒരു വിശിഷ്ട മഹാശക്തിയാണ്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും മഹത്തായ വൻ ശക്തിയായിട്ടാണ് കൃപ വെളിപ്പെടുന്നത്. നിങ്ങളതിനൊരു വാക്കായിട്ടാണ് മനസ്സിലാക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്കൊരു വാക്ക് മാത്രമാണ്. നിങ്ങളതിനെ ശക്തിയായിട്ടാണ് ഉൾക്കൊള്ളുന്നതെങ്കിൽ നിങ്ങളുടെ ബലഹീനത അത് ഇല്ലാതാക്കി കളയും. പൗലോസ്ലീഹ 3 തവണ ദൈവത്തോട് പ്രാർത്ഥിച്ചു തൻ്റെ ശരീരത്തിലുള്ള പ്രശ്നം മാറാൻ. ദൈവം തന്നോടൊരു വാക്ക് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. എൻ്റെ ശക്തി ബലഹീനതകളിൽ തികഞ്ഞു വരുന്നു. പാപം പെരുകി വന്നയിടത്ത് ദൈവം ചെയ്തത് തൻ്റെ കൃപയുടെ അളവിനെ കൂട്ടി. നിങ്ങൾ ഏറ്റവും വലിയ പാപം ചെയ്യുന്ന ആളായിരിക്കാം, പക്ഷെ നിങ്ങളുടെ മേൽ വരാൻ പോകുന്ന കൃപ അത്രമേൽ വലുതാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലവാരങ്ങളെ മാറ്റാൻ ദൈവം ഇത്രമാത്രം വലിയൊരു ശക്തിയെ അവതരിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് നേടാൻ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഇതിനെ കരഗതമാക്കാൻ നിങ്ങൾ പ്രത്യേകമായിട്ട് ഇനി നിങ്ങളുടേതായ കാര്യാദികളൊന്നും തന്നെ ചെയ്യേണ്ടതായിട്ടില്ല. ഇത് വിശ്വസിക്കുക, യേശുവിനെ സ്വീകരിക്കുക. കാൽവറി ക്രൂശിലൂടെ നിങ്ങൾക്ക് പാപത്തിൻ്റെ മേൽ ജയം കിട്ടി എന്നുള്ളതായ സന്തോഷ വാർത്തയെ നിങ്ങൾ കേൾക്കുക. യേശു നിമിത്തം എനിക്ക് എന്ത് ലഭിച്ചിരിക്കുന്നു? എനിക്ക് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു. ഞാൻ ദൈവത്തിൻ്റെ ദാസനായി തീരുമ്പോൾ, ദൈവത്തിന് ഞാൻ എന്നെ വിധേയപ്പെടുത്തുമ്പോൾ
പാപം എന്നെ വിട്ടു പോവുകയാണ്. പാപം എന്നെ വിട്ടു പോകുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ എല്ലാ ബൈ പ്രോഡക്റ്റും പോവുകയാണ്. പാപത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ശാപം, പാപത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് രോഗം, പാപത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് നിരാശ, പാപത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് പിശാചിൻ്റെ ഉപദ്രവങ്ങൾ. ഇതിൻ്റെ ഫലമാണ് ദുഃഖം, ഇതിൻ്റെ ഫലമാണ് നരകം, ഇതിൻ്റെ ഫലമാണ് ഇരുട്ട്, ഇതിൻ്റെ ഫലമാണ് ഗുണം പിടിക്കാത്ത അവസ്ഥ. ഇത് മാറുകയാണ്. ഒന്ന് നോക്കിക്കേ, ഈ ഒരു പേരിൽ വന്ന് നമ്മളുടെ ജീവിതത്തെ കുട്ടിച്ചോറാക്കുന്ന ഒരു ശക്തി നിൽക്കുകയാണ്. പിശാചിൻ്റെ കയ്യിൽ ഏറ്റവും വലിയ ആയുധം പാപമാണെന്നുള്ള കാര്യം നിങ്ങൾ അറിയണം. കൂടോത്രമോ മന്ത്രവാദമോ ഒന്നുമല്ല. അവൻ്റെ കയ്യിൽ ഏറ്റവും വലിയ വെപ്പൺ സിന്നാണ്. നിങ്ങളെ കൊണ്ടത് ചെയ്യിപ്പിക്കുക, നിങ്ങളെ അതിൽ തളച്ചിടുക എന്നുള്ളതാണ്. പാപത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പുത്രൻ കാൽവറിയിൽ നടത്തിയ ജയത്തിൻ്റെ ഉത്സവം നിങ്ങളുടെ പരിഹാരമാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമാണ്. പാപത്തിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു. ഒരാമേൻ പറഞ്ഞേ, പാപത്തിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം യേശുക്രിസ്തു വരുത്തിയിരിക്കുന്നു. ഇന്ന് ഈ ദൈവിക ആലോചന കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഇത്രമാത്രം വലിയൊരു പ്രശ്നത്തെ, പാപമെന്ന ശക്തിയുള്ള പ്രശ്നത്തെ കൃപയുടെ മഹാശക്തി കൊണ്ട് ജയിക്കാൻ നമുക്ക് അവസരം നൽകുന്ന ദൈവം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ സകലമാന കാര്യങ്ങളിലും അത്യപൂർവമായൊരു മഹാജയത്തെ ഇന്ന് ഉറപ്പിച്ചു തരികയാണ്. ഇനി നിങ്ങൾ തോറ്റുകിടക്കുന്നവരാകെയില്ല. റാമാന സഹരിയാം തര. ഇന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇനി ചതഞ്ഞ് കിടക്കുന്ന അവസ്ഥയിലാകെയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വിശുദ്ധ ജീവിതം നിങ്ങൾക്കിന്ന് യാഥാർത്ഥ്യമാകുകയാണ്. ഇത് കേൾക്കുമ്പം പലരും ചിന്തിക്കും, ഇന്നത്തെ പ്രവചനതോതി ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നതിൽ, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ദൈവം ഒരു വലിയ കാര്യം ചെയ്യാൻ പോകുകയാണ്. ദൈവത്തിന് അനീതിയെ അനുഗ്രഹിക്കാൻ സാധിക്കത്തില്ല. ദൈവത്തിന് പാപത്തെ ബ്ലെസ് ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിന് നമ്മുടെ ലൈഫിലെ ചില പാപപ്രവൃത്തികൾ ഇരുന്നാൽ നമ്മുടെ ജീവിതത്തിലെ ചില വിശിഷ്ട ഉറവകളെ തുറക്കാൻ പറ്റത്തില്ല. കാരണം ഒരേ ഉറവയിൽ നിന്ന് കയ്പും മധുരവും പുറപ്പെടുകയില്ല. സോ നമ്മളുടെ കയ്യിൽ ദൈവം മുദ്രാമോദ്ര വിടിയിക്കുന്നത് നമ്മൾ പന്നിക്കൂട്ടിൽ നിന്നും പിതാവിൻ്റെ വീട്ടിലെത്തുമ്പോഴാണ്. ഇന്നത്തെ മടങ്ങിവരവ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലോട്ടറിയാണ്. ഇന്നത്തെ മടങ്ങിവരവ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നല്ല സൗഭാഗ്യത്തിലേക്കുള്ള പ്രവേശനമാണ്. ഈ കാര്യം തിരിച്ചറിയാതെ സ്വന്തം ജീവിതത്തിൽ കിടന്ന് സ്വന്തം ശക്തി കൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി കാണിച്ചു കൂട്ടുന്ന മുറവിളികൾ നിങ്ങളെ ജയിപ്പിക്കത്തില്ല പ്രിയപ്പെട്ടവരെ. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാതെ നിങ്ങൾ എത്ര കണ്ട് കടന്ന് പരിശ്രമിച്ചാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്പിരിച്വൽ മെച്യൂരിറ്റി നിങ്ങൾക്ക് പ്രാപിപ്പാൻ കഴിയത്തില്ല. ഇവിടെ ഞാനല്ല പോരാടേണ്ടത്, യേശു നടത്തിയ പോരാട്ടത്തിലൂടെ എനിക്ക് കിട്ടിയ ജയത്തെയാണ് ഞാൻ സ്വീകരിക്കേണ്ടത്. യേശുവിൻ്റെ രക്തമാണ് ഇവിടെ വെളിപ്പെടേണ്ടത്, എൻ്റെ വിയർപ്പല്ല. യേശുവിൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടുള്ള റിസൾട്ടാണ് എനിക്ക് വേണ്ടത്, എൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടുള്ള റിസൾട്ടല്ല. ഒന്നുകൂടെ ഞാൻ പറയുന്നു, യേശുവിൻ്റെ പരിശ്രമത്തിൻ്റെ റിസൾട്ടാണ് എനിക്ക് വേണ്ടത് ഈ വിഷയങ്ങളെ ജയിക്കാൻ. എൻ്റെ പരിശ്രമങ്ങളുടെ ഫലമല്ല അല്ല അതെന്നെ ജയിപ്പിക്കത്തില്ല. അതെന്നെ ജയിച്ചു എന്നുള്ള തോന്നലിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ അതെന്നെ മറിച്ച് വീഴ്ച കളയും. പക്ഷേ യേശുവിൽ ഞാൻ ചേർന്ന് നിൽക്കുമ്പോൾ, യേശുവിൽ ഞാൻ എൻ്റെ കർത്തൃത്വം ഏൽപ്പിക്കുമ്പോൾ, യേശുവിൻ്റെ കർത്തൃത്വത്തെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ, ഞാൻ യേശു എന്ന പോയിന്റിലേക്ക് ചേരുമ്പോൾ അവിടെ കാര്യങ്ങൾ തിരിയുകയാണ്. തൂമ്പ കൊണ്ടൊരു മല കിളച്ചു മാറ്റാൻ ശ്രമിക്കുന്നവനെ പോലെ ഞാനൊരു വലിയ പ്രശ്നത്തിന് നേരെ നിന്ന് എൻ്റെ തൂമ്പ കൊണ്ട് കിളയ്ക്കുകയാണ്. പക്ഷേ ദൈവം എന്നോട് പറയുന്നു, ഈ JCB നിനക്കൊന്ന് ഓടിക്കാമോ? ഈ ഹിറ്റാച്ചി കൊണ്ട് നിനക്ക് ആ പ്രശ്നത്തെ ഒന്ന് പരിഹരിക്കാമോ? ഉപയോഗിക്കുക. ഞാനൊരു ഡ്രൈവറെയും ഈ വാഹനത്തെ നിനക്ക് തരാം. നീ അവിടെ നിന്ന് നിൽക്ക്. എൻ്റെ സംവിധാനം നിൻ്റെ മലയെ കൈകാര്യം ചെയ്യുന്നത് നീ ഒന്ന് കാണ്. നീ അല്പനേരം മാറി നിൽക്ക്. തോറ്റുപോയി എന്ന് കരുതുന്ന നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ വാക്കാണിത്. പരിശ്രമിച്ച് തളർന്നുവെന്ന് കരുതുന്ന നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ദൂതാണിത്. ഞാനത് ഹാൻഡിൽ ചെയ്യാം. അല്പനേരം നീ എനിക്കൊരവസരം തരിക. എൻ്റെ കൃപ നിനക്ക് മതിയായതാണെന്ന് നീ അംഗീകരിക്കുക. നീ അതിന് മുമ്പിലൊന്ന് വിധേയപ്പെടുക. ഞാൻ കാര്യങ്ങളെ ക്രമത്തിലാക്കി തരാം. ഓ, എന്തൊരു സമാധാനം, എന്തൊരു സ്വസ്ഥത.
ദൈവം ഇന്നെൻ്റെ യുദ്ധം ഏറ്റെടുക്കുകയാണ്. ദൈവം ഇന്നെൻ്റെ പ്രശ്നത്തെ ഏറ്റെടുക്കുകയാണ്. എൻ്റെ ആന്തരിക പ്രശ്നത്തെ, എൻ്റെ വൈകാരിക വിഷയങ്ങളെ, എൻ്റെ മാനസിക സമ്മർദ്ദങ്ങളെ, എൻ്റെ ജോലിപരമായ വിഷയങ്ങളെ, എൻ്റെ ഫാമിലി മാറ്റേഴ്സിനെ, എൻ്റെ ഫിനാൻഷ്യൽ നീഡ്സിനെ എല്ലാം ഏറ്റെടുക്കുകയാണ് കർത്താവ്. കൃപയ്ക്കകത്ത് എല്ലാം ഉണ്ട്. ഇന്നത് ചൊരിയപ്പെടുകയാണ്. ഒരു വലിയ ദൈവത്തിൻ്റെ കൃപ നിങ്ങളിലേക്ക് ഇറങ്ങാൻ പോവാ ഇപ്പം. അതിൻ്റെ അർത്ഥം അപാരമായൊരു ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിലേക്ക് പ്രവഹിക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ പോകുന്നു പ്രിയപ്പെട്ടവരെ. ഇന്നത്തെ ദൂതൻ്റെ അകത്ത് ഒരഗ്നി ഇറങ്ങാൻ പോവാ. ഇത് നിങ്ങളുടെ വീട്ടിൽ കത്തും. നിങ്ങളുടെ ശരീരത്തിൽ ഇത് ആളിപ്പിടിക്കും. പുതിയ എണ്ണയും പുതിയ തിരിയും ഇട്ടൊരു വിളക്ക് കത്തുന്നത് എങ്ങനെയോ അതുപോലെ നിങ്ങളിപ്പോൾ ആളിക്കത്തും. പുകഞ്ഞിരിക്കുന്ന കരിന്തിരികൾ മുറിച്ചു മാറ്റപ്പെടുകയാണ് കേട്ടോ. ദൈവത്തിൻ്റെ ജീവദായകമായ ശക്തി വ്യാപരിക്കുകയാണ്. നസ്രേനെ ആരാധന. ഓ യേശുവേ ആരാധന. ഗലാത്യർ 5:1. സ്വാതന്ത്ര്യത്തിനായി യേശു ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. 1 യോഹന്നാൻ 3:8. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവത്തിൻ്റെ പുത്രൻ പ്രത്യക്ഷനായി. റോമർ 8:1-2. ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഇപ്പോൾ ശിക്ഷാവിധിയില്ല. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് എനിക്ക് യേശു ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഓ ജീസസ്. കർത്താവേ, നിൻ്റെ അഗ്നിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ എണ്ണയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ കവിഞ്ഞൊഴുകലിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൂടുതൽ എനിക്ക് യേശുവിനെ വേണം. അധികമായിട്ട് എനിക്ക് യേശുവിനെ ഇപ്പോൾ കിട്ടണം. കൂടുതലായി എനിക്ക് യേശുവിനെ ഇപ്പോൾ വേണം. കൂടുതലായി കൃപ എനിക്കിപ്പോൾ വേണം. ഐ നീഡ് മോർ ഗ്രേസ് മൈ ലോർഡ്. വി നീഡ് മോർ ക്യാരീസ് ലോർഡ്. അപ്പാ, ഈ നിമിഷത്തിൽ അങ്ങയുടെ മക്കളിലേക്ക് ആ കൃപയുടെ കടലൊഴുകി വരട്ടെ. ഓ ജീസസ്. ഈ ലോകത്തിലേക്കും ഇപ്പോൾ ഏറ്റവും പവർഫുള്ളായിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയുടെ ശക്തി ഇപ്പോൾ ഓരോ വീടുകളിലും നിറയട്ടെ. ഓരോ സ്ഥാപനങ്ങളിലും നിറയട്ടെ. യാത്ര ചെയ്യുന്ന വാഹനങ്ങളിൽ നിറയട്ടെ. ഇവരുടെ ശരീരങ്ങളിൽ ഫില്ല് ചെയ്യപ്പെടട്ടെ. ഇവരുടെ മൈൻഡിൽ നിറയട്ടെ. ഇവരുടെ സ്പിരിറ്റിൽ നിറയട്ടെ. ഇൻ ജീസസ് നെയിം. ഓ ജീസസ്. ഈ നിമിഷം മുതൽ ഇവർ ജയിക്കാൻ ആഗ്രഹിച്ച സകലത്തിലും ഇവരെ അജയ്യരാക്കുന്ന ദൈവകൃപയുടെ മഹാശക്തിയെ ഈ പ്രിയപ്പെട്ടവരിലേക്ക് അയച്ചു ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നന്ദി 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 നന്ദി. താങ്ക് യു ജീസസ്. കുറ്റബോധങ്ങൾ മാറിപ്പോകട്ടെ. എല്ലാ കുറ്റബോധങ്ങളെയും ഞാൻ ശാസിക്കുന്നു. എല്ലാ പശ്ചാത്തപിച്ചിട്ടും വിട്ടുമാറാത്ത പാപത്തിൻ്റെ കറകളെ ഹൃദയങ്ങളിൽ നിന്നും കഴുകിക്കളയുന്നു. മനസ്സാക്ഷിയിൽ വന്ന മാലിന്യങ്ങളെ കഴുകിക്കളയുന്നു. അന്തരാത്മാവിൽ പിടിച്ചു കിടക്കുന്ന പാപത്തിൻ്റെ ആസക്തി ബന്ധനങ്ങളെ അഴിച്ചു കളയുന്നു. ദുഷ്ടനുഖങ്ങൾ ഒടിയട്ടെ. ഇൻ ജീസസ്. അത്ഭുതകരമായ വിടുതലുകൾ ഇപ്പോൾ സംഭവിക്കുമാറാകട്ടെ. ദൈവപിതാവേ, ഞാൻ അറിയുന്നു വലിയ ദൈവപ്രവൃത്തികൾ ലോകം മുഴുവൻ ശുശ്രൂഷ കേൾക്കുന്ന എല്ലാ വീടുകളിലും, എല്ലാ മക്കളിലും, എല്ലാ സ്ഥലങ്ങളിലും കരുത്തോടെ ശക്തിയോടെ നിറയുന്നതിനായിട്ട് സ്തോത്രം.
അസ്പ്രാധീമാ ലഹ്വേഷ്യ റൊമന്ദൽ ഹസ്പ്രീ ധിരിതികൾ ഹൽബ്രാധിയ യമേനി മഷ്പ്രോധിമിൽ ഹസാധി ആരകൾ കേബി അന്തർസിയ ദുർബോ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ മഹാശക്തിക്കകത്ത് ഇവർ കവറപ്പാകുന്നതിനായിട്ട് സ്തോത്രം. വലിയ ദൈവിക വിടുതലിനാൽ ഇവർ നിറഞ്ഞിരിക്കിയാൽ സ്തോത്രം. രോഗങ്ങൾ സൗഖ്യമായി, കെട്ടുകൾ അഴിഞ്ഞ് പുതിയ വിടുതലുകൾ ഇപ്പോൾ നിറഞ്ഞതിനായിട്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. വലിയ ദൈവശക്തിയുടെ ഒരു ഒഴുക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഞാനൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒത്തിരി പേരുടെ ലൈഫിൽ നിലനിൽക്കുന്ന ഒരു വിശുദ്ധ ജീവിതം ഈ ശുശ്രൂഷ മുഖാന്തരം കർത്താവിൻ്റെ കൃപയാൽ ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ 100 മടങ്ങ് ദൈവകൃപയിൽ ഇപ്പോഴായിട്ടുണ്ട്. തുടർമാനമായിട്ട് ഈ ശുശ്രൂഷ ഇന്ന് പല തവണ കേൾക്കണം. ഒരു തവണ കേട്ട് നിർത്തരുത്. എല്ലാവർക്കും പങ്കുവെക്കണം. മാക്സിമം ഗ്രേസ് റിസീവ് ചെയ്യണം. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ആമേൻ.